ഒരു സീറ്റിന് വേണ്ടി എന്തെല്ലാം സഹിക്കണമെന്നുള്ളതാണ്. അതായത് ഒരു സീറ്റിന് വേണ്ടിയാണ് സന്ദീപ് വാര്യർ എവിടെ നിന്ന് പോയത്, BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയത്. അതിന് അദ്ദേഹം സഹിക്കേണ്ടി വരുന്ന യാതനകൾ ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അത് ഉണ്ടാകുന്നത്. അതായത് ഇദ്ദേഹം അറിയാലോ, അയ്യപ്പന്റെ ഒരു മറ്റേ ശബരിമലയുടെ ഗോൾഡ് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിഷേധം നടത്തി, അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവരും ജയിലിലായി. ഇപ്പോൾ അങ്ങനെ ജയിലിൽ അദ്ദേഹം വ്യസനിച്ച് കിടക്കുകയായിരുന്നു. ഒരു സീറ്റിന് വേണ്ടി എന്തെല്ലാം സഹിക്കണം എന്നിങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അരക്കെട്ടിൽ ഒരു സ്പർശനം അദ്ദേഹം അനുഭവിച്ചു. ഇതാരാ ഇത് എന്ന് നോക്കുമ്പോൾ പുള്ളേ എന്ന് പറഞ്ഞ് ഒരു വിളി കേട്ടു. ഇജിന് നമുക്ക് പെരുത്തിഷ്ടമാണ് എന്ന് പറഞ്ഞു. അത് എനിക്ക് അത് ഈ രാത്രി എന്താ ഇഷ്ടം പറയാൻ എന്താ കാര്യം എന്താ പുള്ളേ, അനക്ക് നമ്മള് പൊറോട്ട ഇറച്ചിയും ബാക്കി തരാം എന്ന് പറഞ്ഞതും സന്ദീപിന് ഏതാണ്ട് കാര്യം മനസ്സിലായി. സന്ദീപ് ഓടി ധരിച്ച് ഓടി എന്നാണ് പറയുന്നത്. അപ്പോ ഉദ്യോഗസ്ഥരോട് സെല്ലിൽ നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ടു. അതായത് എനിക്ക് ആകെ ഇനി ബാക്കിയുള്ളത് എൻ്റെ മാനമാണ്. ആ മാനം എനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരു സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ആസനമെങ്കിലും ബാക്കി വേണം എന്നുള്ള, അതായത് ഇരിക്കാനുള്ള ആസനമെങ്കിലും ബാക്കി വേണം എന്നുള്ളതാണ്. അപ്പം സന്ദീപിന്റെ പിന്നാമ്പുറം കാക്കാൻ കോൺഗ്രസ് വരുമോ? തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ കാര്യം ആലോചിക്കുമ്പോ തന്നെ പരമ കഷ്ടം. നമ്മൾ ഈ കണ്ടകശനിയാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ സന്ദീപ് വാര്യർക്ക് കുണ്ടകശനിയാണ്. കുണ്ടന്മാരെ കാരണം സന്ദീപ് വാര്യർക്ക് ജയിലിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ഇതൊരു പോസ്റ്റ് വന്നത് സുരേഷ് ബാബു എന്ന് പറയുന്ന ഒരാളിട്ട ഒരു പോസ്റ്റ് അല്ല, ഒരു കാർഡാണ്. ഇത് സത്യമാണോ അസത്യമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് ഇങ്ങനെയാണ് അതിൽ എഴുതിയേക്കുന്നത്: സഹതടവുകാരൻ അസമയത്ത് ദുരുദ്ദേശത്തോടെ സമീപിക്കുന്നു, സെല്ല് മാറ്റി പാർപ്പിക്കണമെന്ന് സന്ദീപ് വാര്യർ. അപ്പൊ സന്ദീപ് വാര്യരുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അതായത് എനിക്ക് ദുരുദ്ദേശം എന്ന് കേട്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ ഈ താളവട്ട സിനിമയിലെ ജഗദീഷ് കുമാർ ഡയലോഗാണ്, അവരുടെ ആവശ്യം തനിക്ക് ആവശ്യം എന്ന് പറയുന്നില്ല. അതെ, അവരുടെ ഉദ്ദേശം തനിക്ക് ദുരുദ്ദേശം എന്നുള്ളതാണ്. അല്ല, ഈ സന്ദീപ് വാര്യർ ജയിലിന് പുറത്ത് കാണിച്ച പല കളികളും BJP പുറത്ത് പറഞ്ഞില്ല. കാരണം അതാണ് BJPയുടെ ഒരു തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത്. സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് കളിച്ച പല കളികളും BJP ഇതുവരെ തുറത്ത് പറയാത്തത് BJP-ക്കാർ പറയുന്നത് ഞങ്ങളുടെ തുറുപ്പ് ചീട്ടാണ്. ഇവൻ എന്തെങ്കിലും തിളച്ചു കയറി വരുമ്പോ എടുത്തിടാനുള്ളതൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇപ്പോഴേ ഇട്ടത് നശിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് അത് അവർ വച്ചേക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർക്ക് സീറ്റ് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഈ പിന്നാമ്പുറമൊക്കെ കാഴ്ചവെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ അതിന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. പിന്നാമ്പുറക്കാർക്കാണ് ഇപ്പൊ കോൺഗ്രസ്സുകാർ പോലും ഇല്ല. എങ്ങനെ BJP കഴിഞ്ഞ ഒരു മനുഷ്യനാണ്. പിന്നെ അത്യാവശ്യത്തിന് ആ പേരും ഇതും ഒക്കെ ഉണ്ടായിരുന്ന ചാനലിൽ വന്നിരുന്ന് സോണിയാഗാന്ധി 4 തെറി വിളിക്കും, രാഹുൽ ഗാന്ധിയെ 10 ചീത്ത വിളിക്കും, ഇന്ദിരാഗാന്ധിയെ 10 പറയും, കോൺഗ്രസിനെ മൊത്തം അലക്കി പിന്നെ കുളിപ്പിച്ച് മറ്റേ വെടി കിടത്തിയിരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഇപ്പൊ എന്താ ജയിലിൽ ചെന്നിരുന്ന് അങ്ങനെ പിന്നാമ്പുറം കാണിക്കണില്ല എന്നാണ് പറയണേ. പിന്നാമ്പുറം കാണിച്ച അപ്പം അതായത് തിളക്കം സിനിമയിലെ കൊച്ചിൻ ഹനീഫ 2 ബോർഡെടുത്ത് മറക്കില്ലേ, അങ്ങനെയാണ് ഇപ്പൊ അദ്ദേഹം കിടന്ന് ഉറങ്ങുന്നതാണ്. അത് മാത്രമേ ബോർഡും വെച്ച് ആണ് കിടക്കുന്നത്. ഉറക്കമില്ലെന്നാ പറയുന്നത്. കണ്ണടച്ച അപ്പ ആരെങ്കിലും വരുമോ എന്നുള്ള പേടി. അതായത് ഫ്രണ്ടിലത്തെ ബോർഡില് ഇറച്ചിക്കോഴി വിൽക്കപ്പെടും എന്നുള്ളത്, ബാക്കിൽ വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്നൊരു ബോർഡും വെച്ച്, വാടകയ്ക്ക് കൊടുക്കപ്പെടും എന്നൊരു ബോർഡും വെച്ച് കൊച്ചിൻ ഹനീഫ അതിനകത്ത് നിൽക്കൂലേ, ഈ തുണി മുണ്ടഴിച്ചോണ്ട് ദിലീപ് മുണ്ടഴിച്ചോണ്ട് പോകും. അതുപോലെ ആണ് ഈ സന്ദീപ് വാര്യർ ഇപ്പോ അവിടെ ജയിലിനകത്ത് കിടക്കുന്ന 2 ബോർഡ് പ്ലക്കാർഡും പിടിച്ച് ഇങ്ങനെ, അതായത് മുണ്ടിന് പുറമെ ഇതും പിടിച്ചാണ് കിടക്കുന്നതെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, നമ്മളെ ഈ സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യർ പിന്നെ ഈ ആ ഒരു വീഡിയോ വിജയ് എനിക്ക് അയച്ചെന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആ വീഡിയോയില് സാധാരണ BJP-യിലൊക്കെ ഉള്ളപ്പോ സന്ദീപ് വാര്യർ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ. അവന്മാര് ചെന്ന് അടിയും മാറ്റോണ്ട് തിരിച്ചു വരും, എന്നിട്ട് അവന്മാര് ജയിലിൽ പോകും. അവരെ പറയാ BJP-ക്കാർ അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ചാനലിലൊക്കെ പോയി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന അണ്ണനല്ലേ, അണ്ണന് അടികൊള്ളാം, ഇത്തിരി പേടിയാണ്, കുഴപ്പമില്ല, അണ്ണൻ ബാക്കിൽ നിൽക്കട്ടെ, നമ്മൾ അടികൊള്ളാം എന്ന് BJP-ക്കാർ വിചാരിക്കുമായിരുന്നു.
പക്ഷേ അങ്ങനെ ഈ കോൺഗ്രസ്സുകാർക്ക് ഈ സ്വഭാവം നന്നായിട്ട് അറിയാന്നുള്ളത് കൊണ്ട് ഫ്രണ്ടിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. വലിയ വേണ്ടി നോക്കിയിട്ട് ഒരു കൈ കഷത്തിൽ പിടിച്ചു വെച്ചിട്ട് കൊണ്ടുപോകണം. കൊണ്ടുപോയിട്ട് പോലീസുകാരെ ലാത്തി അടി മൊത്തവും വായ്പി തറയെ കിടന്ന് വേദന കൊണ്ട് പൊളയിണ്. എന്നിട്ട് സാധാരണ എല്ലാ കോൺഗ്രസ്സുകാർ ജയിലിലായ ഒരുമാതിരിപ്പെട്ട എല്ലാരെയും തിരിച്ചറിഞ്ഞു. ഞാൻ അന്ന് ആ വീഡിയോ കണ്ടപ്പോ തറയിൽ കിടന്ന് വേദന കൊണ്ട് പൊളന്നു. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം മാറാത്തതായിരിക്കും. ശരിക്കും ഇദ്ദേഹം മാറാത്തതല്ല, ആ സൈഡിൽ കിടക്കുന്നവര് മാറാതെ കിടക്കുന്ന ഇദ്ദേഹം ലോക്കായി പോയതാണ്. അവിടെ കിടന്ന അടി കൊണ്ട് ഉപ്പാട് വന്ന് ഈ സാധാരണ ജയിലിലൊക്കെ ഉമാരെ ആളുകൾ പോയി പുറത്തിറക്കും. ഇങ്ങേരും കൂടെ ഉള്ളതാണ്ടാണെന്ന് തോന്നുന്നത് പുറത്തേ ഇറക്കണില്ല. രക്തസാക്ഷിയെ പോലെ ജയിലിലിട്ടിരിക്കണ്. എന്താ വെച്ചാൽ ഈ കോൺഗ്രസിനറിയാം BJPക്ക് പാര വെച്ചിട്ട് വന്നതല്ലേ, നാളെ നമ്മളെയും തള്ളിപ്പറയാൻ ഇവൻ മടിക്കൂല. അതുകൊണ്ട് ഇവൻ അങ്ങനെ വളർത്തേണ്ട ആവശ്യമൊന്നുമില്ല. 4 കിട്ടിട്ട് BJP ഒക്കെ പറഞ്ഞ് നീ വന്ന് കയറിയതല്ലേ, വേണമെങ്കിൽ ജയിലിലും പറഞ്ഞ് ഇവനെ ജയിലില് സമാധാനത്തോടെ ഉറക്കരുത്. ഇവനെ പോക്കിരി സിനിമയില്ലേ മറ്റേ പ്രകാശ് രാജിനെ ഉറക്കാതെ ഇരുത്തിയിരിക്കും പോലെ ഈ ഉറക്കാതെ ഇരുത്തിയിരിക്കുന്ന കണ്ടൊക്കെ ഇങ്ങനെ വെച്ച് വാര്യർ അങ്ങേരെ ഉറക്കാതിരിക്കാൻ പോലീസുകാരായിരിക്കൂല. സന്ദീപ് വാര്യറിനെ തേടിയെത്തുന്നത് അദ്ദേഹം ചെയ്ത കർമ്മങ്ങളാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചെയ്ത കർമ്മഫലങ്ങളാണ് തേടിയെത്തുന്നതെന്ന് പറയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പാർട്ടി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. അതായത് ഇത് നമ്മൾ തമാശ രൂപേണ പറയണം, ഇത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. രാത്രി ഒന്ന് ആലോചിച്ച് നോക്കുക, രാത്രി ഒരു കൺപോള ഒന്ന് അടയ്ക്കാനായിട്ട് ഭയക്കുന്ന ഒരു അവസ്ഥ. നമ്മളിത് ഒരു സ്ത്രീയെ പറ്റിയായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടായിരിക്കില്ല വർത്താനം പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഇതൊരു പുരുഷനായത് കൊണ്ടും അല്ല സംസാരിക്കുന്നത്. കാരണം ഇവിടെ ഇങ്ങനെ ഇത് പറയേണ്ടി വരുന്നത് സന്ദീപ് വാര്യർ ആയതുകൊണ്ട് മാത്രമാണ്. കാരണം സന്ദീപ് വാര്യർ ഈ പറയുന്ന അവസ്ഥ, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് പോലും ഇദ്ദേഹത്തിന്റെ പാർട്ടി, ഇദ്ദേഹം എന്തോ ഇപ്പോഴും പൊക്കിപ്പിടിച്ചു വെച്ചിരിക്കുന്ന പാർട്ടി, ഇവിടെ ആ വാർത്ത എന്താണ്, സെല്ല് മാറ്റണമെന്നുള്ളതാണ്. സെല്ല് മാറ്റണമെന്ന ആവശ്യം ഇപ്പോഴും പരിഗണിച്ചിട്ടില്ല. ഇതിന്റെ 2-3 കമന്റ് ഇതിന് വായിക്കാതെ പോകാൻ പറ്റൂല. പിന്നിൽ കാണുന്ന ഉസ്താദാണോ ദുരുദ്ദേശം, തന്റെ കൊങ്ങികൾ വിട്ടതാകും. ഒരു പ്രാവശ്യം മലപ്പുറത്ത് പോയതല്ലേ, മനുഷ്യനല്ലേ പുള്ളേ. അത് കഴിഞ്ഞ് സ്വാഭാവികം, ഇതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളതാണ്. മാക്സിമം എൻജോയ് ചെയ്യുക. കുഴപ്പമില്ല വാര്യരെ, ചെറിയൊരു സഹായം. കുണ്ടൻ വാര്യറായോ അത് എന്താ, അതേസമയം അസമയം എന്നൊന്നില്ല. അസമയം എന്നൊന്നില്ല, ഏത് സമയത്ത് വേണമെങ്കിലും വാര്യർ ഉപയോഗിക്കാം. അസമയം എന്നൊന്നില്ല. ശീലമായിക്കൊള്ളും. സംശയമുണ്ടെങ്കിൽ നമ്മുടെ തീഹാർ ടീമിനോട് ചോദിച്ചാൽ മതി. നേരാണോ കുഞ്ഞേ? ഒന്ന് പുറത്തേക്ക് വരണില്ലേ? പിന്നീട് വായിക്കില്ല. പകൽ പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കൽ, അത് കഴിഞ്ഞാൽ ഇവനെ ആരോ, എന്നിട്ട് പൊറോട്ടയ്ക്ക് മാവ് കുഴയ്ക്കുന്ന ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രക്തം തരാം, പക്ഷെ തരില്ല ഒരു തുള്ളി പാരച്യൂട്ട് ഓയിൽ. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ല. എന്നിട്ട് ഒരാൾ കുനിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇതിൽ ഏറ്റവും കൂടുതൽ കമന്റ് ഇട്ടിരിക്കുന്നത് സംഖ്യകളല്ല, കോൺഗ്രസ്സുകാരുടെ മറ്റേ പ്രൊഫൈലിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമന്റ് വന്നിരിക്കുന്നത്. അതായത് കോൺഗ്രസിനുള്ളിൽ പോലും സന്ദീപിനെ, കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും താല്പര്യമില്ലാത്ത ഒരാളാണ് സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യറിനെയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പ് BJP തോൽപ്പിക്കാൻ വേണ്ടി പെട്ടെന്ന് മറക്കുവോ? നമ്മൾ ആ തന്തയ്ക്ക് വിളിച്ചാൽ, മരണം വരെ തന്തയ്ക്ക് വിളിച്ചവൻ എത്ര നമ്മൾ അടുത്ത് കൂടാൻ വന്നാലും നമ്മളെ മൈൻഡിൽ നമ്മളെ തന്തയ്ക്ക് വിളിച്ചവനാണ് അവൻ. എന്നാണെങ്കിലും അവന് കൊടുക്കണം. കോൺഗ്രസിന്റെ തന്തയാണ് നെഹ്റു കുടുംബം. നെഹ്റു ഇപ്പോഴും അവരാണ് പറയുന്നതും ചെയ്യിപ്പിക്കുന്നതല്ല. അവരുടെ തന്തയ്ക്കും മുതുമുത്തച്ഛന്മാരെ വിളിച്ചവനെ അവര് വെറുതെ വിടും. ഇയാളുടെ ക്രെഡിബിലിറ്റി എന്താണ്? ഇയാൾ ഇവിടെ ഇരുന്ന് രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളില്ല എന്നൊക്കെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞുകൊണ്ട്, ചുമ്മാ ഇരുന്ന് മറ്റേ അടിച്ചു പോയതല്ല, വസ്തുനിഷ്ഠമായിട്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കൊള്ളൂല എന്നൊക്കെ വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് രാഹുൽ ഗാന്ധിയുടെ മറ്റേ എന്താ പറയാ കാൽച്ചോട്ടിൽ നിൽക്കുന്ന ഒരു സാധാരണ കോൺഗ്രസ്സുകാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് അങ്ങേയറ്റ സംശയദൃഷ്ടിയോടെ കോൺഗ്രസ്സുകാർ പോലും. കാരണം ചുമ്മാ ഇരുന്ന് ഇപ്പൊ ചീത്ത നമുക്ക് മനസ്സിലാവും. ഒരു കമന്റ് തൊഴിലാളി അല്ലെങ്കിൽ രാഷ്ട്രീയ തൊഴിലാളിമാരുണ്ടല്ലോ, ചുമ്മാ നേരൊക്കെ ചെയ്ത് അതൊന്നും മനസ്സിലാവും. പൈസ അവരുടെ വയറ്റിപ്പഴപ്പാണ്. അങ്ങനെയല്ല,
അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ട് ആശയപരമായിട്ടാണ് കൃത്യമായിട്ട് സംസാരിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് മണ്ടത്തരം പറയുന്നത്, എന്തുകൊണ്ടാണ് മണ്ടത്തരമാകുന്നത്, എന്തുകൊണ്ടാണ് തെറ്റാവുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം ഒന്നും ചൂണ്ടിക്കാട്ടുന്നില്ല. അപ്പൊ ഇവിടെ കൃത്യമാണ് നട്ടല് പണയം വെച്ചു, ആദർശം പണയം വെച്ചു, രാഷ്ട്രീയ കാഴ്ചപ്പാട് പണയം വെച്ചു, എല്ലാം പണയം വെച്ചു എന്നുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഇതാണ്. അപ്പം അതാണ് ചെയ്യുന്നത്, നീ എല്ലാം പണയം വയ്ക്കുന്നൊരുത്തനാണ്. അപ്പൊ പിന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ടീംസ് ഇദ്ദേഹത്തിനെ ജയിലിൽ സമീപിക്കുന്നത്. കാരണം പറയുന്നതിൽ ഖേദമുണ്ട്. പക്ഷെ ഇത് അതുകൊണ്ടാണ്, കാരണം ഇത് സന്ദീപ് വാര്യർ പിന്നെ എന്താണ് ഈ പറയുന്ന അതായത് കോൺഗ്രസ് ആലോചിച്ച് നോക്കണം. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലോ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ ഈ പറയുന്ന അബിൻ വർക്കിയോ ഒക്കെ ജയിലിൽ പോയി ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ തൊടാൻ ധൈര്യപ്പെടും. ഇല്ല, തൊടാൻ ധൈര്യമില്ല. അവരെ ജയിലിൽ ഒരു ദിവസത്തെ കൂടുതൽ പരാതി പറയുന്ന സാഹചര്യം ഉണ്ടാവും. അല്ല, ഒരു ദിവസത്തിൽ കൂടുതൽ അവരെ ജയിലിൽ ഉണ്ടായാൽ തന്നെ പിണറായി പോലീസാണ് അങ്ങനെ പിടിച്ചിട്ടു, അങ്ങനെ ഉണ്ടായാൽ തന്നെ അവർക്ക് ഉണ്ടാകേണ്ട അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഇല്ല. പിണറായിയുടെ പോലീസിൽ ഏത് പോലീസാണ്? അല്ല, എന്തിനേറെ പറയുന്നത്, PC ജോർജിനെ കൊണ്ടുപോയിട്ട് അന്ന് രാത്രിക്ക് രാമായണം വിട്ടുകൊടുത്തവരാണ് പിണറായിയുടെ പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് വീടുകളോ ഓടി നടന്ന് നിങ്ങളെ ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തെ പഠിച്ചിട്ടോ? എത്രമാത്രം അപ്രസക്തനാണ് കേരള രാഷ്ട്രീയത്തിൽ. കോൺഗ്രസ് CPM BJP എന്നുള്ളതിലല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ എത്രമാത്രം അപ്രസക്തമാണ് എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ ജയിലിൽ വിട്ട് പുറത്തിറങ്ങി വരുന്നുണ്ടെങ്കിൽ ഇനി കരിയർ, അതായത് രാഷ്ട്രീയത്തിൽ തുടരണോ, അതായത് കേടുപാടുകളൊന്നുമില്ലാതെ സന്ദീപ് വാര്യർ ജയിലിൽ വിട്ട് പുറത്ത് വരികയാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ഒരു കസേരയിൽ ഇരുന്ന് ചിന്തിക്കേണ്ടത് ഇതാണ്. അതായത് രാഷ്ട്രീയത്തിൽ ഇനി താൻ തുടരണോ, അതാണ് ചിന്തിക്കേണ്ടത്. കാരണം അത്രമാത്രം കാര്യമാത്ര പ്രസക്തി പോലും ഇല്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറിയിരിക്കുന്നു.